ഗായ്സ്, അങ്ങനെ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് UK കോൺവാൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ ഒരു 4 days ഹോളിഡേ പ്ലാൻ ചെയ്ത് വന്നതാണ്. പെട്ടെന്നുള്ളൊരു പ്ലാനായിരുന്നു. ഇന്ന് ഞങ്ങളുടെ ഹോളിഡേയുടെ ഫസ്റ്റ് ഡേ ആണ്. സോ ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മുടെ ഒരു ഫസ്റ്റ് പ്ലേസിലോട്ട് പോകാനായിട്ട് പോവാണ്. സാൻഡി രാവിലെ തന്നെ റെഡി ആയിട്ടിരിക്കുവാണ്. സോ ആളുടെ മൂഡൊക്കെ ഇപ്പോൾ മാറി വരുന്നു. കുറേ നേരമായി സാൻഡി ഇതിനകത്ത് കയറിയിരിക്കാൻ തുടങ്ങിയിട്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? അത് സർപ്രൈസാണ്. അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. അങ്ങനെ ഏട്ടൻ നമ്മുടെ കാരവാനൊക്കെ ലോക്ക് ചെയ്ത് റെഡിയായി. എല്ലാവരും വണ്ടിയിലോട്ട് പോവാണ്. തലേ ദിവസം വൈകുന്നേരം ഒരു 5 മണിയോടുകൂടിയാണ് ഞങ്ങൾ ഈ സ്ഥലത്തെത്തിയത്. കാര്യം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നല്ല ദൂരമുണ്ട്. അതുകൊണ്ട് സാൻഡിക്ക ഭയങ്കര ടയേർഡായിരുന്നു. ഇന്നലെ വന്ന് കയറിയപ്പോൾ തന്നെ ഭയങ്കര ടയേർഡായിരുന്നു. അതുകൊണ്ട് ആ സമയത്തുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. സോ ഇപ്പോൾ പുള്ളിക്കാരൻ നല്ല ഹാപ്പിയാണ്. കാര്യം ഇവിടെ വന്നപ്പോൾ തന്നെ എല്ലാവരും ഹാപ്പിയായി. നമ്മുടെ വീടൊക്കെ കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഹാപ്പിയായി. നല്ല ക്ലീനാണ്, നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇവിടെ. ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞങ്ങളല്ലാതെ ഇടുന്നതായിരിക്കും. ഞങ്ങൾ വന്ന് കയറിയപ്പോൾ കാരവാൻ എങ്ങനെയാണ് ഇരുന്നത് അതിൻ്റെ വീഡിയോസ് എല്ലാം ഞങ്ങൾ ഷോർട്സായിട്ട് ഇട്ടേക്കാം. ഞങ്ങൾ തലേന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു 6 മണി, രാവിലെ 6 മണിക്കാണ് ഞങ്ങൾ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ നമ്മളിവിടെ എത്തിയത് അതേ ദിവസം വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് എത്തിയത്. സത്യം പറഞ്ഞാൽ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ഒരുപാട് നേരം ബ്ലോക്കിൽ കിടന്നു. അതേപോലെ തന്നെ പിന്നെ ഫുഡ് കഴിക്കാനും ഒക്കെ അങ്ങനെയൊക്കെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. ചുരുക്കി പറഞ്ഞാൽ ആ ഒരു ഫുൾ ഡേ ട്രാവലിങ്ങിനായിട്ട് വേണ്ടി തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. വന്ന ശേഷം നമുക്ക് ഇവിടെ തന്നെ നമുക്ക് പുറത്തോട്ടൊന്നും നമ്മൾ പോയിട്ടില്ല, എങ്ങും പോയിട്ടില്ല. നമ്മൾ വന്ന് കയറിയപ്പോൾ കണ്ട കാഴ്ചകളൊക്കെ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ ശരിക്കും ഇഷ്ടപ്പെട്ടു. ഒരുപാട് ഏരിയ ഉണ്ട്. ഫാമിലി ആയിട്ടൊക്കെ വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ട് വരുവാണെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. കാര്യം എന്ന് വെച്ചാൽ അവർക്കായിട്ട് തന്നെ ഒരു ഏരിയ തന്നെ അവിടെ ഉണ്ട്. ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്നതാണ് അവിടുത്തെ റിസപ്ഷൻ. അങ്ങനെ ഞങ്ങളിതേ പോകാനായിട്ട് നമ്മൾ വണ്ടി തിരിച്ചു നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്ന സ്ഥലം ഒരു 1 hour ഡിസ്റ്റൻസേ ഉള്ളൂ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞു. ഇത് കോൺവാളിലെ ടിൻഡാജൽ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ ടിൻഡാജൽ കാസൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. ആ കാണുന്നതാണ് കടലാണ്. അതിന് ഫസ്റ്റ് നമുക്ക് ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്യണം. അതിനായിട്ട് പാർക്കിംഗ് ടിക്കറ്റൊക്കെ എടുത്തു. അങ്ങനെ പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങളിതേ ടിൻഡാജലിൻ്റെ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുവാണ്. ഇനി നമുക്ക് ടിൻഡാജൽ കാസലിലോട്ട് പോകാൻ വേണ്ടിയിട്ട് എൻട്രി ടിക്കറ്റ് എടുക്കണം. എൻട്രി ടിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിലും ബുക്ക് ചെയ്യാം. പക്ഷേ ഞങ്ങൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തില്ല. ഇവിടെ വന്നിട്ട് ബുക്ക് ചെയ്യാനായിട്ട് ഇരിക്കുമായിരുന്നു. സോ ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത്. ആ റൈറ്റ് സൈഡിൽ കാണുന്ന ഷോപ്പിൽ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോകുന്നത്. അങ്ങനെ സാൻഡിയും ഏട്ടനും ഒക്കെ ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് സാൻഡിയുടെ കയ്യിൽ ഒരു മാപ്പ്. ഇത് ടിൻഡാജൽ കാസലിൻ്റെ ഒരു മാപ്പാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാപ്പാണത്. ഇത് ടിൻഡാജലിലെ ഒരു സ്ട്രീറ്റ് വ്യൂ ആണ്. ഇവിടെ നമുക്ക് കുറച്ചൊരു പാട്ടൊക്കെ പാടുന്ന കാണാൻ പറ്റും.
ഇവിടെ മാത്രമല്ല, ഞങ്ങൾ വരുന്ന വഴിയിൽ കുറച്ച് പേര് പാട്ടൊക്കെ പാടുന്നത് നമ്മൾ കാറിൽ നിന്നും കണ്ടായിരുന്നു. സാൻഡി ദേ പൂച്ചേനെ കണ്ടപ്പോൾ ദേ അവിടെ നിന്നു. അതിനെ പിടിക്കണം, അതാണ് അവൻ്റെ ലക്ഷ്യം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2 കുതിരകളും അവിടെ നിൽപ്പുണ്ട്. നല്ല ഭംഗിയുണ്ട് അതിനെ കാണാനായിട്ട്. ഇത് അവിടുത്തെ ഒരു ചെറിയൊരു ഡിസ്റ്റിലറിയാണ്. അങ്ങനെ ദേ കാസിലോട്ടുള്ള നമ്മുടെ യാത്ര ദേ ആരംഭിച്ചിരിക്കുകയാണ്. അങ്ങോട്ട് ഇറങ്ങി പോകാനായിട്ട് നല്ല സുഖമാണ് കേട്ടോ. കാര്യം നല്ല ഇറക്കമാണ്. പക്ഷെ തിരിച്ചു വരുമ്പോഴത്തേക്ക് തിരിച്ചു വരുന്നവരുടെ മുഖത്തൊന്നും അത്ര സന്തോഷം കാണാനില്ല. അത് വേറൊന്നും കൊണ്ടല്ല, കുത്തനെയുള്ള കയറ്റമാണ്. ഇത് കയറി വരുന്നതുകൊണ്ടാണ് അവരെല്ലാവരും ടയർഡായിട്ടാണ് ഇരിക്കുന്നത്, തിരിച്ചു വരുന്നവർ. അതവരുടെ ഫേസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇവർ ജീപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് തിരിച്ചു വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ജീപ്പിൽ കയറി തിരിച്ചു വരാവുന്നതാണ്. വെള്ളത്തിൽ ഇറങ്ങണം, അതാണ് സംഭവം. ഞങ്ങൾ പോകുന്ന വഴി തന്നെ ഒരു ചെറിയൊരു അരുവി പോലെയുണ്ട്. സാൻഡിക്ക് പിന്നെ വെള്ളം എന്ന് പറഞ്ഞാൽ പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അവനിപ്പോൾ ചെറിയൊരു തോടായാലും വലിയൊരു കടലായാലും അവനെല്ലാം ഒരേപോലെയാണ്. കാര്യം എന്ന് വെച്ചാൽ അവന് വെള്ളത്തിൽ ഇറങ്ങിയാൽ മതി. അത്രയ്ക്ക് ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കാനായിട്ട്. ദേ ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം, ദേ ആ കാസലിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് കാസലിനെ പറ്റിയൊരു ചെറിയൊരു നോട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ വണ്ടിയാണ് ദേ ഈ വരുന്നത്. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ വണ്ടിയിൽ കയറി അങ്ങ് പോകാവുന്നതാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വഴി കൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന വഴി തിരിച്ചു വരാനുള്ള വഴിയാണ്. അപ്പോൾ നമ്മൾ കണ്ടിട്ടെല്ലാം തിരിച്ചു വരുന്നത് ഈ വഴി കൂടെ ആയിരിക്കും. കാസൽ ആൻഡ് ബ്രിഡ്ജ്, ഈ വഴി കൂടെയാണ് നമ്മൾ പോകുന്നത് കാസലിലോട്ട്. ഇതിൻ്റെ 2 സൈഡിലും നമ്മൾ നേരത്തെ കണ്ട ആ അരുവിയാണ് പോകുന്നത്. ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലെയാണ് പോകുന്നത്. ഞങ്ങൾ ഈ ചെറിയ വഴി കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് റൈറ്റ് സൈഡിലോട്ട് ഒന്ന് നോക്കിയപ്പോൾ കണ്ട വ്യൂ ആണ്. ആ മല ഫുള്ള് ബ്രൗൺ കളറിലാണ് കാണുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മൾ വീഡിയോ കാണുന്നതിനെക്കാട്ടും മനോഹരമാണ് കാണാനായിട്ട്. സത്യം പറഞ്ഞാൽ ഈ മലയുടെ മുകളിൽ ഫുള്ള് കരിഞ്ഞ പുല്ലുകളാണ്. അതിനകത്തോട്ട് ഈ സൺലൈറ്റ് അടിക്കുമ്പോഴാണ് ആ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെയാണ് നമ്മൾ കാസലിലോട്ട് കയറാനുള്ള എൻട്രി ടിക്കറ്റ് കാണിക്കാനുള്ള സ്ഥലം. അതിനായിട്ട് അവിടെ ആൾ നിൽപ്പുണ്ട്. നമ്മൾ കാണിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അകത്ത് കയറാൻ പറ്റത്തില്ല. സോ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ കാണിച്ച് ഞങ്ങൾ അകത്തോട്ട് പോവാണ്. ബ്രിട്ടനിലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഹിസ്റ്റോറിക് സൈറ്റാണ് നമ്മുടെ ഈ കാസൽ, ടിൻഡാജൽ കാസൽ. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് മെയിൻ ലാൻഡിലാണ്. ഇത് ഒരു ഐലൻഡിലോട്ട് ഒരു ബ്രിഡ്ജ് വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തന്നെ.
ഐലൻഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ എന്തായാലും കടൽ കാണും. കടലിൻ്റെ നടുക്കായിരിക്കുമല്ലോ ഐലൻഡ്. സോ നമ്മൾ ഈ മെയിൻ ലാൻഡിൽ നിന്ന് നമ്മൾ ബ്രിഡ്ജ് വഴി ഐലൻഡിലോട്ട് പോവാണ്. അതിന് ചുറ്റും കടലാണ്. അങ്ങനെ ഇത്രയും ബ്യൂട്ടിഫുൾ സീനറിയൊക്കെ കണ്ട് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ ബ്രിഡ്ജിലോട്ട് പോവുകയാണ്. അതിന് മുമ്പ് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ചെറിയൊരു വഴി നമ്മൾ കണ്ടു. എനിക്ക് തോന്നുന്നു കടലിലോട്ട് പോകാനുള്ള ഒരു ചെറിയൊരു വഴിയാണെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ നോ എൻട്രിയാണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ വന്ന സമയം ഹൈറ്റേഡുള്ള സമയമാണ്. സോ അതുകൊണ്ട് ആരും തന്നെ കടലിൽ ഇറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. നമ്മുടെ സ്വന്തം റിസ്കിൽ വേണമെങ്കിൽ ഇറങ്ങാമെന്നാണ് നമ്മുടെ അടുത്ത് അവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. അല്ലാണ്ട് അവർക്കൊരു ഗ്യാരൻറ്റിയും പറയാൻ പറ്റത്തില്ല. കാര്യം ഹൈറ്റേഡുള്ള ടൈമിൽ നമ്മൾ കടലിൽ കഴിവതും ഇറങ്ങാതിരിക്കുന്നതാണ് സേഫ്. ഇതാണ് ഞാൻ പറഞ്ഞ മെയിൻ ലാൻഡിനെയും ഐലൻഡിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിലൂടെയാണ് നമ്മൾ ഐലൻഡിലോട്ട് പോകുന്നത്. ആ കാണുന്നതാണ് ഐലൻഡ്. നമ്മൾ അങ്ങനെ ഇതേ ഐലൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് നമ്മളിതേ വന്നത് ഈ ഒരു സ്ഥലത്താണ്. ഇതാണ് എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊരു ഡോറ് പോലെയാണ്. അത് ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ കടൽ ഫുള്ളായിട്ട് നമുക്കത് കാണാൻ പറ്റും. അത് അടിപൊളി വ്യൂ ആണ്. നമുക്കത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട്. ഇത് ശരിക്കും തിരിച്ചു പോകുന്ന വഴിയാണ്. പിന്നെ നമ്മൾ ആ ലൈറ്റും ആ ഒരു വ്യൂ നമ്മൾ കണ്ടപ്പോൾ പിന്നെ അവിടെ നിർത്തി നമ്മൾ വീഡിയോസൊക്കെ എടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ കയറി വന്നു. മേലോട്ടാണ് നമ്മൾ പോകുന്നത്. ഈ കാസിൻ്റെ വോൾസിലൊന്നും വലിഞ്ഞു കയറരുതെന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് റൈറ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ നല്ലൊരു സീനറിയാണ്. ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ നമുക്ക് കാണാം. ഇത് കടലിലോട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നമുക്കൊരു ആ കാണുന്നൊരു കേവാണ്. അവിടെ ഫുള്ള് വെള്ളം കയറി കിടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് കേവിനകത്തോട്ടൊന്നും പോകത്തില്ല.
ഇതൊരു അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പിന്നെ മേലോട്ട് പോയത്. ഈ ടിൻഡാജൽ കാസലിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ. അവിടെ നിന്നുള്ളൊരു വ്യൂ ആണത്. നല്ല അടിപൊളി വ്യൂ ആണ്, കാണാൻ നല്ല ഭംഗിയാണ്. ഇനി ഞങ്ങൾ കാണാൻ പോകുന്നത് അവിടെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്റ്റാച്ചു കാണാനായിട്ടാണ്. അതൊരു കിങ്ങിൻ്റെ സ്റ്റാച്ചു ആണ്. ഇതാണ് ഞാൻ പറഞ്ഞ കിങ് ആർത്തറിൻ്റെ സ്റ്റാച്ചു. ഏകദേശം 8 അടിയോളം ഉയരമുള്ള സ്റ്റാച്ചു ആണത്. ഈ കിങ് ആർത്തർ ഒരു മിത്തോളജിക്കൽ ക്യാരക്ടറാണ്, പുരാണത്തിലൊക്കെ ഉള്ളൊരു ക്യാരക്ടറാണ്. ബ്രിട്ടനിലെ പഴയൊരു കിങ് ആണെന്നാണ് പറയപ്പെടുന്നത്. കാസലൊക്കെ കണ്ട് സാൻഡി ഇതേ ആകെ ടയർഡായി പോവാണ്. അങ്ങനെ സ്റ്റാച്ചുവും കാസലൊക്കെ കണ്ട് ഞങ്ങളിതേ താഴോട്ട് തിരിച്ചിറങ്ങി പോവുകയാണ്. ഈ വഴി കൂടെയാണ് നമ്മൾ തിരിച്ച് പോകുന്നത്. അങ്ങനെ ആകെ നടന്ന് ക്ഷീണിച്ച് ഞങ്ങൾ താഴെ എത്തിയപ്പോൾ ഇതേ റൈറ്റ് സൈഡിലൊരു ഷോപ്പ് കണ്ടു. അവിടെ കയറി കുറച്ച് വൈനും ലിക്കറും ഒക്കെ ടെസ്റ്റ് ചെയ്യുവാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നമ്മൾ വാങ്ങിച്ചാൽ മതി, അവരെല്ലാത്തിനെയും സാമ്പിൾ തരും. ഏട്ട ഒന്നും വിടാതെ എല്ലാം ടേസ്റ്റ് ചെയ്തു. ഇതാണ് ആ ഷോപ്പ്. അതൊരു ചെറിയ ഷോപ്പാണ്. അങ്ങനെ ഇതേ അവസാനം ഞങ്ങളൊരു വൈനൊക്കെ വാങ്ങിച്ചു. ഒരു ജിഞ്ചറിൻ്റെ ഫ്ലേവറുള്ളൊരു നല്ലൊരു വൈനാണ്. അത് വാങ്ങിച്ചു. ഞങ്ങൾ വണ്ടിയിൽ കയറി ഞങ്ങൾ മേലോട്ട് പോവാണ്. കാര്യമെന്ന് വെച്ചാൽ ഞങ്ങൾ നടന്ന് ക്ഷീണിച്ച് ഒരുപാട് ടയേർഡായി. ഇനി ഒരടി പോലും നടക്കാൻ പറ്റത്തില്ല, അത്രയ്ക്കും ടയേർഡായി. എല്ലാവർക്കും നല്ല വിശപ്പുമായി. അതുകൊണ്ട് ഞങ്ങൾ വണ്ടിയിൽ തന്നെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളും കുറച്ച് പേരും ഉണ്ടായിരുന്നു, എല്ലാവരും കൂടി ഇതുപോലെ വണ്ടിയിൽ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ വന്ന വഴിയെ വണ്ടിയിൽ തിരിച്ചു പോവുകയാണ്. അവസാനം ഞങ്ങൾ മേലെത്തി. എല്ലാവരും വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ കാർ പാർക്കിലോട്ട് പോവുകയാണ്. കാർ പാർക്കിലെത്തിയപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ വണ്ടിയിൽ കാറ്റില്ല, ടയറിൽ കാറ്റില്ല. അങ്ങനെ ഏട്ടൻ കാറ്റൊക്കെ അടിക്കുന്നു. ആ സമയത്ത് ബാക്കി എല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കൊണ്ടാണ് വന്നത്, അതുകൊണ്ട് എല്ലാവരും ഫുഡൊക്കെ കഴിക്കുമായിരുന്നു വെളിയിരുന്ന്. അതിനുശേഷം ഞാനും സാൻഡിക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അകത്തിരുന്ന്. ബാക്കി എല്ലാവരും വെളിയിരുന്നാണ് ഫുഡൊക്കെ കഴിച്ചത്. അതിനുശേഷമുള്ള വേസ്റ്റാണ് ഇവർ കഴിക്കുന്നത്. അവിടെ വേസ്റ്റൊന്നും ഇടാൻ പാടില്ല. ഞങ്ങൾ ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ച് കൊടുത്തതാണ്, അല്ലാണ്ട് അവിടെ വേസ്റ്റൊന്നും ഇടാൻ പാടില്ല.
അപ്പോൾ സാൻഡി വന്നിട്ട് അതിന് ഡോണറ്റ് കൊടുക്കണമെന്നൊന്ന് പറയുകയാണ്. എന്തായാലും ഞങ്ങളുടെ ഫുഡ് അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ബിരിയാണിയാണ് ഞങ്ങൾ കൊണ്ടുപോയത്, അതുകൊണ്ട് ഒരു ചോറ് പോലും ബാക്കിയില്ലാതെ അവർ കഴിച്ചു. ഞങ്ങളങ്ങനെ ഫുഡ് കഴിച്ച് തിരിച്ചു വരുന്ന വഴിയിലാണ് ഞങ്ങളിത് ഈ സംഭവം കാണുന്നത്. ബ്ലാക്ക് പൗഡർ മോറിസ് എന്ന് പറയുന്ന ഒരു ഫ്ലെക്സൊക്കെ വെച്ചിട്ടാണ് അവർ പോകുന്നത്. ഈ ഒരു ഏരിയയിലെ ഒരു കൾച്ചറൽ ഫെസ്റ്റിവലാണത്. ഒരു പ്രത്യേക കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഡാൻസൊക്കെ ചെയ്തുകൊണ്ടാണ് അവർ പോകുന്നത്. ഞങ്ങൾ UK വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു ഫെസ്റ്റിവൽ ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടപ്പോൾ എന്താണ് എന്നൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. ഒരു പിടിയില്ലായിരുന്നു. പിന്നെ ആ ബോർഡ് കണ്ടപ്പോൾ പിന്നെ നമ്മൾ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ മാത്രം, ഈ ഒരു ഏരിയയിൽ മാത്രമുള്ള ഒരു ഫെസ്റ്റിവലാണത്. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ ഇവിടെ തീരുവാണ്. ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് തിരിച്ച്. അങ്ങനെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.